ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുമായുള്ള നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും യാത്രയുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ്. ഇപ്പം ദൈവം നമുക്ക് തോന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാ അനുഗ്രഹങ്ങളാണ്. അങ്ങനെയില്ല. ഞാൻ തിരിച്ചറിയുകയാണ്, നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ തന്നെ സ്വർഗത്തിന് സമർപ്പിക്കുന്ന സമയങ്ങളിൽ കൂടുതലായി ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുറച്ചുകൂടി സമർപ്പണം, കുറച്ചുകൂടി ജീവിതത്തിൽ സഹനങ്ങൾ സ്വീകരിക്കാനുള്ള കരുത്ത്, അങ്ങനെ പലതും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. അത് ഞാൻ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമ്മളിന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നിയോഗങ്ങളെല്ലാം, കർത്താവേ എൻ്റെ ഈ നിയോഗത്തിൻ്റെ മേൽ നീ ഒന്ന് ഇടപെടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ എൻ്റെ ഈ നിയോഗത്തിൻ്റെ മേൽ നീ ഒന്ന് ഇടപെടണേ, നിന്റെ വലിയ കരുണ നീ എന്നോട് കാണിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 23-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 23-ാം ദിവസം. ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കുറച്ച് അധികം തിരക്കുകൾക്കൊക്കെ ഇടയിലായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ലേറ്റായത്. അപ്പോൾ ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് ചില മേഖലകളിൽ നമുക്ക് വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു വളർച്ചയുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ഹെബ്രായർ 11-ാം അധ്യായം 1-3 വചനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്കതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവമക്കളെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയെ, അങ്ങേക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിക്കാനുള്ളൊരു കൃപ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിലേക്ക് നോക്കി അങ്ങേ കഴിയാത്തതായിട്ടൊന്നുമില്ല കർത്താവ് നമുക്ക് തരുന്നൊരു വചനമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന വചനം തന്നെയാണ്. ജോഷുവായുടെ പുസ്തകത്തിൽ ജെറീക്കോ കോട്ടയുടെ പതനമാണ്. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. വലിയ ഉയർന്നു നിൽക്കുന്ന ജെറീക്കോ കോട്ടയാണ്. ഉയർന്നു നിൽക്കുന്ന ജെറീക്കോ കോട്ട തകർന്ന് വീഴും എന്ന് അവിടെ ചുറ്റും നടന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ജെറീക്കോയുടെ പതനമാണ്. ഇസ്രായേൽ ജനത്തെ ഭയന്ന് 6-ാം അധ്യായമാണ് ജോഷുവയുടെ പുസ്തകം. ജെറീക്കോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിലെ രാജാവരോടും യുദ്ധവീരന്മാരോടും കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് പറയുകയാണ് ജോഷുവയോട് പറഞ്ഞത്. ജോഷുവയോട് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ 7 പ്രാവശ്യം പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് ജോഷുവയോടാണ് ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് കേട്ട ഏക വ്യക്തി ആരാ? ജോഷുവയാണ്. അപ്പോൾ ജോഷുവ അത് കേട്ടിട്ട് ജനത്തോട് പറഞ്ഞു. അപ്പോൾ ജനം യോദ്ധാക്കളായ ജനങ്ങൾക്ക് അങ്ങനെ 7 പുരോഹിതന്മാരും ആട്ടും കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് അവർ നടക്കുകയാണ്. 7-ാം പ്രാവശ്യം കാഹളം മുഴക്കണം എന്നൊക്കെ അവർ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മതിൽ ഇടിച്ച് നിലം പതിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ജോഷു ഇതെല്ലാം പറഞ്ഞു. ആ കൂടത്തിൽ നിന്ന് ജോഷുവയെ കേട്ട എല്ലാവർക്കും ഇത് സംഭവിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? അതൊരു വലിയൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമ്മൾ ധ്യാനത്തിന് പോകുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അനേകരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണും. ഒത്തിരി പേര് വരും. പക്ഷെ എത്ര പേര് അതിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. ആ സ്വന്തമാക്കിയത് അത് അനുഭവിക്കാൻ പറ്റുക, അതിൽ സന്തോഷിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഹൃദയത്തിൽ വിശ്വാസമുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ഒപ്പം വരുമെന്ന് കർത്താവ് പറയുന്ന വചനം, അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ അത് സംഭവിക്കുന്നതിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലോട്ട് വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മളിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളുണ്ട്, അത് ജെറീക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. ചിലപ്പോൾ നമുക്കറിയാലോ, ഞാനത് നിങ്ങളോട് പറയേണ്ടതില്ല. ചില വ്യക്തികൾക്ക് കുടുംബപരമായിട്ടായിരിക്കും, ചില വ്യക്തികൾക്ക് ജോലിപരമായിട്ട്, ചില വ്യക്തികൾക്ക് മക്കളെക്കുറിച്ച് ഓർത്ത്, ചിലർക്ക് രോഗപീഠകളായിരിക്കും, ചിലർക്ക് ഒരു വിധത്തിൽ സമാധാനമില്ലാത്ത വലിയ ടോർച്ചറിങ്ങിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളായിരിക്കും. പക്ഷെ ഈ ഒരു തകർച്ചകളുടെ എല്ലാം മുമ്പിൽ
മുമ്പിൽ നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന തകർച്ചകളാകുന്ന ജെറീക്കോ പട്ടണത്തെ നോക്കി കർത്താവ് പറയും, എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല, ഇതെല്ലാം നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണല്ലോ യെശയ്യാ 49 അധ്യായം 17 വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ മതിലുകൾ എൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആ വചനം എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണ്. എന്തൊക്കെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ എല്ലാ വേദനകളും കാണുന്ന ഒരു കർത്താവില്ലേ, ആ കർത്താവിനെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആ കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹൃദയപ്രതിഷ്ഠയുടെ ഈ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികൾ, വലിയ വേദനകൾ, വലിയ ഭാരങ്ങൾ എല്ലാം നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. കർത്താവെ, അങ്ങ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. ഈ 23-ാം ദിവസത്തിൽ വലിയ ബ്ലെസ്സിങ് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്രിസ് ജോസഫിനെ, KT ബിജു, ലോറൻസിനെ, ജോൺ എബ്രഹാമിനെ സമർപ്പിക്കുന്നു. ബാബു രാജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലീല മാത്യു, കർത്താവ് ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താണെന്ന്, നിങ്ങൾ ഏത് ദിശയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ വ്യക്തമാക്കാം. എൻ്റെ ഉന്നത സ്ഥാനമോ ഞാൻ ജീവിച്ച നാടോ അല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. എൻ്റെ ദൗത്യം മാത്രമാണ് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത്. എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക വഴി എല്ലാ ഹൃദയങ്ങളെയും കൂട്ടിയിണക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ ഹൃദയങ്ങളെയും എൻ്റെ പുത്രന്റെ കരവലയത്തിനുള്ളിലാക്കുക. ഈ പദ്ധതിയുടെ തുടക്കം സ്വർഗത്തിലാണ്. ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഹൃദയം നൽകേണ്ടത് നിങ്ങളാണ്. എൻ്റെ വിമല ഹൃദയത്തിന്റെയും അതിന്റെ വിജയത്തിന്റെയും കുടക്കീഴിൽ അണിനിരക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യും. ഞാൻ നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ അണിചേരുവൻ. ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം എങ്ങനെ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ സാധിക്കില്ല. നിങ്ങളുടെ മേൽ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൃപ സ്വീകരിച്ചാലും നിങ്ങളുടെ സങ്കേതമാണ് ഞാൻ. ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. പരിശുദ്ധമ്മ വീണ്ടും പറയണം, വിമലഗതിയിൽ സ്വയം പ്രതിഷ്ഠിക്കാനും അങ്ങനെ അഭൂതപൂർവമായി വിളി സ്വീകരിക്കാനും അപ്രകാരം ജീവിക്കാനും അമ്മയെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നും അമ്മ ആഹ്വാനം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനാണ്, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനും അങ്ങനെ സ്വർഗീയ കൃപ സ്വീകരിക്കാനും നാം സ്വീകരിച്ച കൃപ സമൃദ്ധമായ ഹൃദയങ്ങളിലൂടെ ഒഴുകാനും. അമ്മയുടെ ശബ്ദം ഘനഗംഭീരമാണ്. കാരണം വ്യക്തമല്ലേ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വളരെ ലളിതമാണ്, വളരെ ഗൗരവമുള്ളതുമാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നതിനപ്പുറത്താണ് ഇതിന്റെ പ്രസക്തി. അമ്മ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. വലിയ കൃപയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നാം സ്വീകരിച്ചു കഴിഞ്ഞ കൃപയും അത്രമേൽ മഹത്തരമാണ്. നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി യോജിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു. മുൻവിധിയോ സംശയമോ കൂടാതെ അമ്മയുടെ സംരക്ഷണത്തിൽ അവയെ വിട്ടുകൊടുക്കുക. നൂറ്റാണ്ടുകളായി അമ്മ ലോകത്തിന് നൽകിയ കൃപകൾ ഓർക്കാം. ഈ കാലഘട്ടത്തിൽ അമ്മയുടെ ഇടപെടലുകൾ ഓർക്കാം. അമ്മയുടെ സംരക്ഷണത്തിൽ അവ കൂടുതൽ സുരക്ഷിതമാണ്. ശക്തിഹീനമായ നമ്മുടെ ഹൃദയങ്ങളുടെ കഴിവനുസരിച്ച് ദൈവേഷ്ടം നിറവേറ്റാൻ സമർപ്പണത്തിലൂടെ നാം ക്ഷണിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നും സന്ദേശങ്ങളും പ്രചോദനവും നാം സ്വീകരിക്കണം. നമ്മെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ ദൈവഹിതത്തിന് സമർപ്പിക്കാം. സമർപ്പണത്തിലൂടെ ദൈവാത്മാവിന്റെ നിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടതിനെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ആത്മാവ് എത്ര ഉയരങ്ങളിലേക്കാണ് പറക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. പരമപിതാവിന്റെ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവ് അതിനെ ആശ്ലേഷിക്കും. സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന ഒരു കിരീടധാരണം തന്നെയാണത്. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആത്മാക്കളെ അലങ്കരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി പിതാവിന് തുറന്നു കാട്ടാം. നമ്മുടെ ഇച്ഛയെ നമുക്കില്ലായ്മ ചെയ്യാം. ആത്മാവ് ഇവയിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ശേഷം ആത്മാവിൽ ദൈവകൽപ്പനകൾ മാത്രം സംരക്ഷിക്കപ്പെടും. പ്രതിദിനം നാം സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കൃപയിലും പുണ്യങ്ങളിലും വളരുന്ന നമുക്ക് മനസ്സിലാകും. വിശുദ്ധമായ ആത്മാവിൽ ദൈവത്തിന്റെ കരസ്പർശം നാം അനുഭവിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, അമ്മയുടെ ആലിംഗനത്തിലൂടെ ദൈവത്തിൽ എൻ്റെ ആത്മാവ് നിമഗ്നമാകട്ടെ. പ്രാർത്ഥനയിലൂടെ എൻ്റെ പുണ്യങ്ങൾ വളരട്ടെ. കൃപയിൽ ഞാൻ വളർന്നു. അമ്മയെ പിഞ്ചെല്ലട്ടെ. ദിനപ്രതി എൻ്റെ ആത്മാവിനെ കൂടുതൽ ശോഭയുള്ളതാക്കണമേ. ദൈവത്തിന്റെ പദ്ധതികൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. നീതിക്കും സത്യത്തിനും വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കട്ടെ. എൻ്റെ ആത്മാവ് വിഹരിക്കേണ്ട ഉന്നതിയെപ്പറ്റി എന്നെ ബോധവതിയാക്കണമേ. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിന് അനുരൂപരല്ലാകാതിരിക്കാനും സ്വർഗോന്മുഖരായിരിക്കാനും കൃപ തരണമേ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനം 119 അധ്യായം 105 വചനമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവെ, റിയാറ്റി വർഗീസിനെ, ആൻഡോ എബ്രഹാം മുത്തനാട്ടിനെ സമർപ്പിക്കുന്നു. ലിജി അഗസ്റ്റിനെ സമർപ്പിക്കുന്നു. ജോബി KS-നെ, ബിനോയ് കൊല്ലത്തിന്, കർത്താവെ അനു ജോജിയെ, കർത്താവെ അനി റെജിയെ സമർപ്പിക്കുന്നു. യേശുവെ കരുണയായിരിക്കണേ. സോജൻ കോർഹനെ സമർപ്പിക്കുന്നു. കർത്താവെ വലിയ സൗഖ്യം ഉണ്ടാവട്ടെ. കർത്താവെ സോണി ബെന്നിനെ സമർപ്പിക്കുന്നു. വിജിത ആനന്ദിനെ സമർപ്പിക്കുന്നു. ലിയ VIS ഇനി പാപ്പച്ചനെ, അമ്മിണി വർഗീസിനെ സമർപ്പിക്കുന്നു. ലൂയിസ് സൈമണെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ മായ ജോണിന്റെ എല്ലാ നിയോഗങ്ങളെ, സുബി റോസിനെ,
അൽഫോൺസ ആന്റണി നെറ്റോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബീന സക്രിയായ, സിമി തോമസിനെ കർത്താവ്, ലോറൻസ് കേവയ്യെ ഈശോയെ, ബിറ്റ്ലി ബോസ്കോയെ സമർപ്പിക്കുന്നു. ലീനാമോളെ സമർപ്പിക്കുന്നു. സുബി റോസിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണേ. ജോഷി ജോബിനെ, ബാബു ഫ്രാൻസിസിനെ കർത്താവെ, ജീവിത പങ്കാളി ബിൻസിയെ കർത്താവെ കരുണയായിരിക്കണേ. സെൽമയും ജിതിനെ ആദത്തെ സമർപ്പിക്കുന്ന. അമ്മണി വർഗീസിനെ, ടിജോ പഴയത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. റോയി ജോസഫിനെ ഏറ്റെടുക്കണേ അപ്പ കർത്താവെ. സെബാസ്റ്റ്യൻ എമ്മയെ സമർപ്പിക്കുന്ന കർത്താവെ. ലൂർദ് ടെറൻസിനെ സമർപ്പിക്കുന്നു. ടെറൻസ് ആന്റണി കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ. ജെസ്സി ജോസഫിനെ കർത്താവെ. വിനു പീഡിയെ കർത്താവെ ഏറ്റെടുക്കണേ. ലിജി അഗസ്റ്റിനെ കർത്താവെ. ജോസഫിനെ, സാജു വർഗീസിനെ കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ ഈശോയെ. ജെയ്മോൻ തോമസിനെയും കുടുംബത്തെ ഈശോയെ. ശോഭന ബാസുരനെ സമർപ്പിക്കുന്നു. ബിന്ദു ജോസിനെ കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. കർത്താവെ ബിനുവിനെ ഷാർലുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മോൻസി സിറ്റിയെ സമർപ്പിക്കുന്നു. ഷിജു വർഗീസിനെ നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച 3-ാം സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവത്തിൽ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും ഗുണവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മേ, രാജ്ഞിയുമായ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന. വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ ഹൃദയവും എന്റെ നാവും അങ്ങയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എന്റെ സ്വന്തമാണ്. ഞാൻ അങ്ങയുടെ എന്നെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവിന് മാലാക പരിശുദ്ധ മൃഗത്തിൽ വചിച്ചു. പരിശുദ്ധാൻ മറിയും ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കുക. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ, എല്ലാ നിയോഗങ്ങളെയും വേദനകളെയും കണ്ണുനീരുകളെയും സങ്കടങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവ മാതാവെ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ബിന്ദു ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ, സജി ജോർജ് മുളയ്ക്കലിനെ കർത്താവെ, സിമി തോമസിനെ ഏറ്റെടുക്കണേ. കർത്താവെ, വിശ്വാസം വർദ്ധിപ്പിക്കണേ അപ്പ. കർത്താവെ, ബേബി പള്ളിപ്പാട്ടിനെ സമർപ്പിക്കുന്ന കർത്താവ്, മിനി പൗലോസിനെ, രാജി ബിനോജിനെ കർത്താവെ സമർപ്പിക്കുന്നു. ബാബു രാജിനെ കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ കരുണയായിരിക്കണേ അപ്പ, കരുണയായിരിക്കണേ കർത്താവെ. ഏറ്റെടുക്കണേ. ജോർജ് കൊല്ലാനൂറിനെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയെ സമർപ്പിക്കുന്നു ഈശോയെ. ദിവ്യ ഷാനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സിയോൺ സഞ്ചാരിയെ സമർപ്പിക്കുന്നപ്പ. ആശ സിബിയുടെ ഫാമിലിയെ, കുടുംബത്തെ ഏറ്റെടുക്കണ ഈശോയെ. ഷൈനി ജിജി ഈശോയെ ഏറ്റെടുക്കണ ഈശോയെ. കർത്താവെ, കരുണയായിരിക്കണ ഈശോയെ. ദിവ്യ ഷാനിലിനെ ഈശോയെ അനുഗ്രഹിക്കണേ. സജി ജോർജിനെ, ശോഭി ജോർജിനെ കർത്താവെ, ബേബി പള്ളിപ്പാട്ടിനെ സമർപ്പിക്കുന്നു. ജിൻസി സോണിയെ സമർപ്പിക്കുന്നു ഈശോയെ. മിനി മനേഷിനെ, അനു ജോജിയെ സമർപ്പിക്കുന്നു. അനു മിസ് കെ ഡേവിസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണേ. സോജൻ കോറക്കിനെ, സഞ്ജോയ് സിജോ ജോർജിനെ സമർപ്പിക്കുന്നു ഈശോയെ. സെബാസ്റ്റ്യൻ എമ്മയെ സമർപ്പിക്കുന്നു. മിനിമോൾ വിൻസെന്റിനെ സമർപ്പിക്കുന്നു. കെവിന്റെ നിയോഗത്തെ ഏറ്റെടുക്കണേ അപ്പ. മിനി
മനേഷിനെ ഈശോയെ, ബിന്ദു ജോസിനെ ഈശോയെ കരുണയായിരിക്കണേ അപ്പ, ഷിജു ജോർജിനെ, ബിൻസി വിനോദിനെ, ഷിൻഡോ ജോർജിനെ സമർപ്പിക്കുന്ന ഈശോയെ കരുണയായിരിക്കണേ ഈശോയെ. കർത്താവെ സിമി തോമസിനെ ഒരിക്കൽ കൂടി ജോമോനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷിൻഡോ ജോർജിനെ ഏറ്റെടുക്കണേ ഈശോയെ. ജോമോൻ ജോർജിനെ, ഗീത വർഗീസിനെ ഈശോയെ കരുണയായിരിക്കണേ അപ്പ. കർത്താവെ നിതേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. നെബു ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജോഷി ജോബിനെ ഈശോയെ, കൊല്ലാലിനെ സമർപ്പിക്കുന്ന ഈശോയെ കരുണയായിരിക്കണേ ഈശോയെ. ബിന്ദു ജോസിനെ, സാലപ്പൻ ആന്റണിയെ, ബിജു അഗസ്റ്റിനെ കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. ഈശോയെ ബിജു ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. എല്ലാ മക്കളെ അവിടുന്ന് ഏറ്റെടുക്കണേ കർത്താവെ. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ പരിശുദ്ധ ദൈവമാതാവ് ദൈവശരണമെന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവം റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ മാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജോളി ബാബുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബീന സഖറിയായ ജയ തങ്കച്ചനെ സമർപ്പിക്കുന്നപ്പ, മോളി തോമസിനെ ഈശോയെ, ഷൈനി ജിജി ഈശോയെ, മനു സിറിയക്കനെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ, റോജോ ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജെയിൻ പോളിനെ സമർപ്പിക്കുന്നു ഈശോയെ, കരുണയായിരിക്കണേ. ബിജുഷ് ചാക്കോയെ സമർപ്പിക്കുന്നു കർത്താവെ, കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. ജോസി മാത്യുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. മാഗി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. ഈശോയെ, മോഹനനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണേ ഈശോയെ. നിമ്മി ബിജുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയെ, ബീന അജോയെ സമർപ്പിക്കുന്നു കർത്താവെ. പ്രേമ രാജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. സോണിയ ജസ്റ്റിനെ ഈശോയെ, ആൽബർട്ട് പൗലോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷീജ സേവ്യറിനെ, മേരി ഡിസൂസായെ, മിനി ബിനോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജെസ്സി ഡാനിയലിനെ സമർപ്പിക്കുന്നപ്പ, ജിൻസി ബോബനെ സമർപ്പിക്കുന്ന കർത്താവ്, റെജി കെ ജോയിയെ സമർപ്പിക്കുന്നു. മാർട്ടിൻ ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ആൻസമ്മ ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ, സിൽജ മാത്യുവിനെ ഈശോയെ, സോളി സിബിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ലിസ്നി അലക്സാണ്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ. സോളി സിബിയെ ഈശോയെ, മേരിദാസ് ജോർജിനെ സമർപ്പിക്കുന്നു. ഈശോയെ, സ്റ്റെല്ല സ്റ്റീഫനെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണേ. അപ്പ ജിയോ ജേക്കബിനെ സമർപ്പിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. തോമസ് ചാക്കോയെ, ഷാജി ടി ആന്റണിയെ സമർപ്പിക്കുന്ന ഈശോയെ, ജയമോളെ സമർപ്പിക്കുന്നപ്പ, പോൾ ജോസഫ് മേരി ജോസഫിനെ സമർപ്പിക്കുന്ന ഈശോയെ, കരുണയായിരിക്കണേ ഈശോയെ. കർത്താവെ, ഗോഡ്ബിൻ ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരുണയായിരിക്കണം ഈശോ. റോബിൻ തോമസിന് കൊടുത്ത അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ. റെജീന സെബാസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജ്യോതി തോമസിനെ സമർപ്പിക്കുന്ന പരിശുദ്ധ ദൈവമാതാവെ, ക്ഷമയെന്ന പുണ്യമന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ.
ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജോസഫ് ആൻസിലിനെ സമർപ്പിക്കുന്നു, ജിമ്മി ജോർജിനെ സമർപ്പിക്കുന്നു, അനീഷ് പോൾസനെ സമർപ്പിക്കുന്നു ഈശോയെ, ഷേർലിയെ സമർപ്പിക്കുന്നു, ബിൻസി ഷോജിയെ സമർപ്പിക്കുന്നു ഈശോയെ, അലീന മനോജിനെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണേ. ഈശോയെ, സ്മിത സോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, കരുണയായിരിക്കണേ. ഷൈനി ജിജിയെ കർത്താവെ ഏറ്റെടുക്കണം ഈശോയെ, ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ, കരുണയായിരിക്കണേ കർത്താവെ. ഫ്രാൻസ് തെക്കേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ലിഷ പ്രിൻസിനെ കർത്താവെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കൊച്ചിനെ സമർപ്പിക്കുന്നു ഈശോ. നിഖിൽ മാത്യുവിനെ സമർപ്പിക്കുന്നു. ജിനേഷ് ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനുപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, റൈബി പോളിനെ സമർപ്പിക്കുന്നു, ജെൻസി മെൽബിനെ സമർപ്പിക്കുന്നു, ജോമോൾ സാജനെ സമർപ്പിക്കുന്നു, ബോസിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണം. സിജു ജോസിനെ കർത്താവെ, നിഷേ വിനോദിനെ സമർപ്പിക്കുന്നു. മക്കളെ 2 പേരെ സമർപ്പിക്കുന്നു. മാനുവൽ മാത്യുവിനെ സമർപ്പിക്കുന്നു. അനീഷ് പോൾസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണം. നിഖിൽ മാത്യുവിനെ കർത്താവെ ഏറ്റെടുക്കണേ ഈശോയെ. അൽഫോൻസായ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. ലേവ കോശിയെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ. അമർജിത്ത് തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. മാനുവൽ മാത്യു റോസിനെ സമർപ്പിക്കുന്നു. മഹിമ ജിബിയെ സമർപ്പിക്കുന്നു. ജോബി കെ എസിനെ സമർപ്പിക്കുന്നു. കർത്താവെ, നിഖിൽ മാത്യുവിനെ സമർപ്പിക്കുന്നു. സിജോമോനെ സമർപ്പിക്കുന്നു. കർത്താവെ, സിറിയക് സാവിയോടെ എല്ലാ മേഖലകളും രോഗപീഠകൾ ഏറ്റെടുക്കണേ അപ്പ. ഈശോയെ, തങ്കച്ചനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണം. ഈശോയെ, ബാബു പൗലോസിനെ ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ, ജോമോൻ എബ്രഹാമിനെ സമർപ്പിക്കുന്നു. ബീന ജോബിയെ സമർപ്പിക്കുന്നു. കർത്താവെ, ഗോഡ്വിനെ ഈശോയെ, ജോൺസൺ ഡിക്രൂസിനെ, നിവ്യ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയാകണേ. ഈശോയെ, ലിൻസി ആഷിനെ സമർപ്പിക്കുന്നു. തോമസ് ഏവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ, ജോയി ആന്റണി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണം. ഈശോയെ, സ്മിത സോണിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ജോബി കെ എസിനെ ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ, സിജി മാത്യുവിനെ സമർപ്പിക്കുന്ന കർത്താവ്, ലീന ജോഷിയെ സമർപ്പിക്കുന്നു. കർത്താവെ, നൈസി തോമസിനെ കുടുംബത്തെ ഏറ്റെടുക്കണം. ഈശോയെ കർത്താവെ കരുണയാകണം. ഈശോയെ കരുണയാകണേ. സരിത രഘുവിനെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, പ്രിൻസി മാത്യുവിനെ, പ്രിൻസി മാർട്ടിനെ, വത്സൻ കെറ്റിയെ സമർപ്പിക്കുന്നു. അശ്വതി അരുൺകുമാറിനെ സമർപ്പിക്കുന്നു. കർത്താവെ കരുണയാകണം. ഈശോയെ, ഷൈനി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻസി ജോസിനെ ഈശോയെ, അജേഷ് കുര്യാക്കോസിനെ ഈശോയെ സമർപ്പിക്കുന്നു. സന്തോഷ് തോമസിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ശോഭ ജോണിനെ സമർപ്പിക്കുന്നു. ഷൈനി ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിജി ഫ്രാൻസിസിനെ സമർപ്പിക്കുന്നു. കർത്താവെ കരുണയാകണേ. കരുണയാകണേ. ഈശോയെ കരുണയാകണേ. കരുണയാകണേ. ഈശോയെ, ജസ്റ്റിൻ ആൻഡ് ജോസഫിനെ സമർപ്പിക്കുന്നു. കർത്താവെ, രാജി ബിജുവിനെ ഈശോയെ കരുണയാകണേ. സാലി ജോൺസനെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേ. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോസഫിന ഡിയോണെ സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണം. പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധിയുടെ പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മയെ, സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകി ഉപകാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവെ
എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവം എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവെ, ചിക്കു ചന്തുവിനെ, ആൽഫി ജോണിനെ ഈശോയെ സമർപ്പിക്കുന്നു. ബിനു ജോർജിനെ സമർപ്പിക്കുന്നു. കർത്താവെ ഈശോയെ, ഓരോ മക്കളുടെ നിയോഗങ്ങളെ കർത്താവെ ഷീജാമോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അജേഷ് എസ് കുളക്കടയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ ഈശോയെ സ്നേഹ മാത്യുവിനെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത, വിവാഹം നടക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഈശോയെ മക്കളെക്കുറിച്ച് ആകലപ്പെടും. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ മക്കൾ കടന്നുപോയതിടത്ത് ഭാരപ്പെടുന്നവർ ഈശോയെ സമർപ്പിക്കുന്നു. ഈശോ എല്ലാ മക്കളെ സമർപ്പിക്കും. ഈശോയെ സിബിച്ചേട്ടനെ സാലിച്ചേച്ചിയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മകന്റെ പരീക്ഷയെ സമർപ്പിക്കുന്നു. ഈശോയെ തിരുവൻപിലേക്ക് ബിരിച്ചേച്ചി ലാലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ ബില്ലിയേട്ടനെ അൻസിച്ചേച്ചിയും മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ലിഷയെ റിജോയെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാ മേഖലകളെ സമർപ്പിക്കുന്നു. ഈശോയെ മായ ജോമിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയാകണേ. ഈശോയെ കർത്താവെ കരുണയാകണേ. അപ്പ എല്ലാ മക്കളെയും ഈശോയെ കരുണയാകണേ. ഈശോ ഏറ്റെടുക്കണേ. ഈശോയെ കർത്താവെ എല്ലാ മക്കളുടെയും വേദനകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. രോഗപീഠകളായിരിക്കുന്ന, ഐസിയുലായിരിക്കുന്നവർ, ഈശോയെ സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഈശോയെ ഏറ്റെടുക്കണേ. ഈശോ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ, ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയ കൃപ, ഈശോയുടെ വലിയ കൃപ ഇന്ന് ഈ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സാബു ജോസഫിനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയാകണേ. GCSE A-level എക്സാം എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ മിനി തോമസിനെ, തോമസ് ജോസഫിനെ സമർപ്പിക്കുന്നു. കർത്താവെ മനോജനെ, മാത്തച്ഛനെ, തോമസ് ചേട്ടനെ, ഷെർലി ചേച്ചിയെ, തോമസ് ചേട്ടന്റെ ആരോഗ്യത്തെ സമർപ്പിക്കുന്നു. ബിനുവിന്റെ കൈവേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റെറ്റി സ്റ്റീഫനെ സമർപ്പിക്കുന്നു. ഈശോ ഡി ചേച്ചിയെ സമർപ്പിക്കുന്നു. ഈശോയെ ജാക്കലിൻ ചേച്ചിയെ, ഷായ് ചേട്ടനെ, ജോൺ ചേട്ടനെ, ബിക്കിയെ കുടുംബത്തെ, ഈശോയെ ഡയാനെ, ഷായ് ചേട്ടനെ, ഈശോയെ പ്രിൻസിയെ, മാർട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജെറിച്ചേട്ടനെ, സുനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയാകണേ അപ്പ, കരുണയാകണേ, ബലമാകണേ അപ്പ. എല്ലാ മക്കളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം ഉണ്ടാവട്ടെ. ഈശോയുടെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഈശോയെ കരുണയാകണേ. ഈ ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ ഈശോയെ സിബിച്ചേട്ടനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കൊച്ചിനെ പ്രത്യേകം സമർപ്പിക്കുന്നു. മോളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ കരുണയാകണേ. ഈശോ എല്ലാ മക്കളെ ഏറ്റെടുക്കണം. ഈശോയെ ആന്റണി MBയെ സമർപ്പിക്കുന്നു. കർത്താവെ ഈശോയെ കരുണയാകണേ. ഈശോയെ കരുണയാകണേ. ഈശോയെ ലോകം മുഴുവൻ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയാകണേ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ വലിയ കൃപകൾ ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ ആരോരുമില്ലാത്തൊരു, കുടുംബ സമാധാനമില്ലാത്തവർ, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈശോയെ മേരി രാജിനെ സമർപ്പിക്കുന്ന, ആവർ സ്റ്റേഷനെ സമർപ്പിക്കുന്ന അപ്പ. ഈശോയെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈശോയെ സമർപ്പിക്കുന്നു. ഈശോ അനു ജോജിയെ സമർപ്പിക്കുന്നപ്പ. ഈശോ കരുണയാകണേ അപ്പ. ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കുന്നു. ഈശോയെ പീറ്റർ വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ ശശി അമ്പിയെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയാകണം. നിഖിലിന്റെ എല്ലാ നിയോഗങ്ങളെ ഏറ്റെടുക്കണം. യേശുവേ കരുണയാകണം. ഈശോയെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവേ 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 ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ. ശോഭി ജോർജിനെ സമർപ്പിക്കും. കർത്താവെ ബലമായി മാറണേ അപ്പ. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയാകണേ. യേശുവേ രാജ്യമോൾ സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ യേശുവേ കരുണയാകണേ അപ്പ. മോളമ്മ ജിൻസിനെ സമർപ്പിക്കുന്നപ്പ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ സഭയെ സമർപ്പിക്കുന്നപ്പ. പിതാവിനെ, എല്ലാ വൈദികരെ, വികാരികൾ, അച്ഛന്മാരെ, കർത്താവെ എല്ലാ കൂട്ടായ്മകളെ, ശുശ്രൂഷകളെ, ധ്യാനങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥികളെ, ശുശ്രൂഷകളെ സമർപ്പിക്കും. ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ പ്രബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ജോമോനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ സോയ ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണം. ഈശോയെ സിന്ധു ജോസിനെ സമർപ്പിക്കുന്നപ്പ.
ജനതകൾ കണ്ടിടട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ജനതകൾ കണ്ടിടട്ടെ. ഈശോയെ കരുണയാകണേ ഈശോയെ, കരുണയാകണേ ഈശോയെ, കരുണയാകണേ ഈശോയെ. ഹല്ലേലൂയ. യേശുവേ എല്ലാ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, മക്കളില്ലാത്ത ദമ്പതികളിലേക്ക്, രോഗപീഠകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. വലിയ പ്രതിസന്ധികൾ, വലിയ തകർച്ചകൾ, ഒറ്റപ്പെടലുകൾ, കണ്ണുനീരിലേക്ക് ഈശോ കടന്നു വരട്ടെ. ഈശോയെ ജിഷ ജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണയാകണം ഈശോയെ. ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണയാകണം ഈശോയെ. ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണയാകണേ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവേ കരുണയാകണേ ഈശോയെ. ഈശോയെ കരുണയാകണേ ഈശോ. എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കണ്ണുനീരുകൾ യേശുവേ, എല്ലാ വേദനകളെ ഈശോയെ ഏറ്റെടുക്കണേ. ബിൽസി പോളിനെ സമർപ്പിക്കുന്നപ്പ, അഗസ്റ്റിൻ സേവ്യറിനെ സമർപ്പിക്കുന്ന ഈശോയെ. കർത്താവേ ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നപ്പ ഈശോയെ. മക്കളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാവോ? ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ഷാജി ജോസഫിനെ സമർപ്പിക്കുന്നപ്പ, ജെയിൻ പോളിനെ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ കരുണയാകണേ ഈശോയെ, കരുണയാകണേ അപ്പാ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ ഷെബിൻ ജോസഫിനെ സമർപ്പിക്കുന്നപ്പ, ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ഡേസി സജിയെ സമർപ്പിക്കുന്നപ്പ, സിസ്റ്റർ സുമയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കേടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവേ യേശുവേ. ഈശോയെ അഗസ്റ്റിൻ സേവ്യറിനെ സമർപ്പിക്കുന്ന കർത്താവേ കരുണയാകണേ ഈശോ. എല്ലാ മക്കളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ഈശോയുടെ വലിയ കൃപ എല്ലാവരിലേക്കും നിറയട്ടെ. ഈശോയുടെ വലിയ പ്രകാശം എല്ലാവരിലേക്കും നിറയട്ടെ. യേശുവേ ഏറ്റെടുക്കണം ഈശോയെ. കർത്താവേ കൃപയായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തോമസ് മാത്യു മാവേലിയെ സമർപ്പിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സൗഖ്യശക്തി വ്യാപിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോ ഈശോ ഈശോ. അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണയാകണേ ഈശോ. അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ തോടി ശുദ്ധിയെ സമർപ്പിക്കുന്നപ്പ ഉണരട്ടെ. ഉണർന്നിടട്ടെ. ഈശോയെ സിബി ആന്റണി സിജോ ജെയിംസിനെ സമർപ്പിക്കുന്നപ്പ ദൈവജനം ഉണർന്നിടട്ടെ. ഈശോയെ സുനിൽ സജിയെ സമർപ്പിക്കുന്നപ്പ, ഈശോയെ ജിറ്റു ജോസിനെ സമർപ്പിക്കുന്നപ്പ, ഈശോയെ അനീഷ പോൾസനെ സമർപ്പിക്കുന്നപ്പ. OET എക്സാമിന് ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ ആൻസമ്മ ജോസിനെ നിമ്മി റോയിയെ സമർപ്പിക്കുന്ന കർത്താവേ ഈശോയെ മിനി ജോൺ അലക്സിനെ സമർപ്പിക്കുന്നപ്പ നിയോഗത്തെ ഏറ്റെടുക്കണം ഈശോയെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. കർത്താവേ ജോഫിയെ സമർപ്പിക്കുന്ന കർത്താവേ ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ. കുടുംബങ്ങളെ ഏറ്റെടുക്കണം ഈശോയെ. ഹല്ലേലൂയ ഈശോയെ ഈശോയെ ആരാധന ഈശോയെ. ഈശോയെ രേവതിയെ സമർപ്പിക്കുന്ന കർത്താവേ കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ കരുണയാകണേ ഈശോയെ കരുണയാകണേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടയാളങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ.
അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശുദ്ധ കുരിശിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ. ഈശോയെ ജോബി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ കരുണയാകണേ, ഈശോയെ കരുണയാകണേ, ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ബിനു തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ. അൻസു അന്ന സാമുവലിനെ സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്നിടട്ടെ ഈശോയെ, ഈശോയെ. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ. ജെസ്സി കെ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ കരുണയാകണേ ഈശോയെ. ഈശോയെ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ ഈശോയെ, കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അപ്പാ. ഈശോയെ സങ്കടങ്ങള് തകർച്ചകള് വേദനകൾ മാറട്ടെ അപ്പാ. ലേഖ ഷിബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളിൽ അവർക്ക് കൂടി സമർപ്പിക്കുക. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈശോയെ ഷൈനി തോമസിനെ, സാലി സെബാസ്റ്റ്യനെ ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ മക്കളെയും അവരുടെ വേദനകളെയൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോയോട് പറയാം, ഈശോയെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്നവർ, യൂണിവേഴ്സിറ്റിയിലേക്ക് റെഡിയാകുന്നവർ ഈശോയെ VJ സ്മിതയെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, ഒത്തിരി ടോർച്ചറിങ്ങിലൂടെ കടന്നു പോകുന്നവർ ഈശോയെ ഒരു സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ പറ്റാത്ത എല്ലാ മക്കളെ ഈ സമയം സമർപ്പിക്കുകയാണ് ഈശോയെ. അർപ്പിത അലക്സനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയാകണേ. യേശു ഓരോ മക്കളിലും ഈശോ ഉണ്ടാവട്ടെ. ബിൻസി ഷോജിയെ സമർപ്പിക്കുന്ന കർത്താവെ, യേശുവെ ഏറ്റെടുക്കണേ ഈശോയെ. ഇസ്മോൾ ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണം. ഈശോയുടെ നാമത്തിൽ നമ്മുടെ കുടുംബത്തിലെല്ലാം ദൈവത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങണം. ഈശോയെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകും. ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയെ ഓരോ മക്കളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയെ സമർപ്പിക്കാം. ഈശോയെ പകല് നടക്കുന്ന ഓൺലൈൻ ധ്യാനത്തെ സമർപ്പിക്കുന്നു. കർത്താവെ വൈകുന്നേരം കമന്റിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഫെബ്രുവരി 9, 10 ദിവസങ്ങളിൽ നടക്കുന്ന സോൾസ്ബറിയിലെ വാർഷിക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കൂടെ ഉണ്ടാവണേ ഈശോയെ. ഈശോയെ കരുണയാകണേ ഈശോയെ. ഈശോയെ സാബുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ലാലി തോട്ടംകരയെ സമർപ്പിക്കുന്ന ഈശോയെ. ബയോപ്സി റിസൾട്ടിന് വേണ്ടി ആ മകള് കാത്തിരിക്കുന്ന കർത്താവെ കരുണയാകണേ ഈശോയെ. യേശുവെ സ്മറിയ തോമസ് ക്രിസ്റ്റോ ഇജോയുടെ പരീക്ഷ പേടി ഈശോ ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവെ തങ്കച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയാകണേ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളിലേക്കും കൃപ ഒഴുകട്ടെ. ഈശോ മാത്രമേ ഉള്ളൂ. മജുവിനെ സമർപ്പിക്കാം. ഈശോയെ എല്ലാ രോഗപീഠ മകളെ ഇപ്പൊ സൗഖ്യപ്പെടുത്തുന്ന കർത്താവെ. സുജാ ജോസിനെ ഈശോയെ, ലിസ്നി അലക്സാണ്ടറിനെ സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ ഈശോയെ. സൗഖ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപയാൽ ആ മകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളിലേക്കും സൗഖ്യങ്ങൾ. ജർമ്മൻ എക്സാം എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. IELTS, OET, CBT, OST പരീക്ഷകൾ എഴുതാനിരിക്കുന്ന റിസൾട്ട് കാത്തിരിക്കും. ഈശോയെ അനുവിന്റെ റിസൾട്ടിനെ കൊടുക്കണേ അപ്പാ. വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ കർത്താവെ കരുണയാകണം. ഈശോ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ കരുണയാകണേ. ഈശോയെ ബലമായി മാറുന്ന എൻ്റെ അപ്പ, നീയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഈശോയെ നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഈശോ ഐസക്കിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഓരോ മക്കളും ഈശോയുടെ കാരുണ്യം കൊണ്ട് നിറയപ്പെടാൻ ആലീസ് ജെയിംസിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നിറയട്ടെ. ഈശോയെ പ്രേംജിത്ത് കാമിനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരുടെ വലിയ നിയോഗങ്ങൾ ഈശോ അവരെന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർ കൂടി പങ്കെടുക്കാനായിട്ട് പറ്റും.
പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. നിശാ സോജനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവെ അനുഗ്രഹിക്കണേ, ഈശോയെ. ഈശോയെ അനുഗ്രഹിക്കണേ, ഈശോയെ. അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. കർത്താവെ, നീ മാത്രമേ ഉള്ളൂ ഈശോയെ. ഈ ലോകത്ത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈശോയെ, എല്ലാ മേഖലകളെയും ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അസീസി എബ്രഹാം ഈശോയെ ഷീബയുടെ പിൻ നമ്പർ അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവെ. മഞ്ജു മാത്യു ഈശോയെ ഹിമയ്ക്ക് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. കർത്താവെ, അവരെ തള്ളിക്കളയല്ലേ ഈശോയെ. ഈശോയെ കരുണയാകണേ ഈശോയെ. യേശുവേ കരുണയാകണേ ഈശോയെ, കരുണയാകണേ. സ്വർഗത്തിന്റെ വലിയ കിരീടത്തിന് വേണ്ടി, വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാം ഈശോയോട് പ്രാർത്ഥിക്കും. നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള കൃപ തരണേന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയോട്. ലീന, ജെബിൻ, ജേക്കബിനെ സമർപ്പിക്കാം. ഈശോയെ, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള വലിയ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, കടബാധ്യതകൾ, മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തവരെ, മക്കൾ ഉപേക്ഷിച്ചു പോയവരെയൊക്കെ സമർപ്പിക്കുകയാണ്. ഈശോ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അങ്ങ് കൂടെയാകണേ. ശക്തിയായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ഉമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ച് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജിഷ റെനിയെ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും ഈശോയെ കരുണയാകണേ. റീന ജോസഫിനെ സമർപ്പിക്കുന്നു. സിജു ജോസഫിനെ, ബിജു ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാവരെയും ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ, ഹിമയുടെ ജോലി മേഖലകൾ അങ്ങ് ഇടപെടുന്നു ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവെ. അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബലം കൊടുക്കണേ. വൈദികരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയെ, അനിത, ആന, ഇബ്രഹാമിനെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മുമ്പിലെ ഹൃദയ പ്രതിഷ്ഠ 23-ാം ദിവസം കർത്താവ് നമ്മുടെ കുടുംബത്തിൽ വലിയ അടയാളങ്ങൾ, വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കുക. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.